മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കോൺഗ്രസ്സുകാർക്ക് ഇപ്പോഴും ഈ കളം നിറഞ്ഞ് ആടണമെന്ന് യാതൊരു താല്പര്യവുമില്ലാതായിരിക്കുകയാണ്. LDFും BJPയും കളത്തിലിറങ്ങിക്കഴിഞ്ഞിട്ടും കോൺഗ്രസ് എവിടെയോ ഉറങ്ങിക്കിടക്കുകയാണ്. ആലപ്പുഴയിൽ ആര് സ്ഥാനാർത്ഥിയാകും എന്നുള്ള ഒരു കാര്യത്തിൽ അത് ഒരു അനിശ്ചിതത്വം തുടരുകയാണ്. KC വേണുഗോപാൽ ആകുമോ? രാജസ്ഥാനിൽ നിന്നുള്ള രാജ്യസഭാംഗമായ KC വേണുഗോപാലിന് 2 വർഷം കൂടി കാലാവധി ഉള്ളതാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണോ വേണ്ടയോ എന്ന കാര്യത്തിൽ തീരുമാനം നീളാൻ പ്രധാന കാരണം ഇതുതന്നെ. ലോക്സഭയിലേക്ക് മത്സരിച്ച് ജയിച്ചാൽ രാജ്യസഭാ അംഗത്വം രാജിവെക്കേണ്ടി വരും. രാജസ്ഥാനിൽ സംസ്ഥാന ഭരണം BJPയിലേക്ക് പോയതോടെ ഇനി ആ സീറ്റിൽ വിജയിക്കാനാവില്ല. ഹിമാചലിൽ നിന്ന് മനു അഭിഷേക് സിംഗ്വിയെ രാജ്യസഭയിൽ എത്തിക്കാനുള്ള ശ്രമം കൂടി പരാജയപ്പെട്ട സാഹചര്യത്തിൽ രാജസ്ഥാനിൽ നിന്നുള്ള സീറ്റ് കൂടി നഷ്ടപ്പെടുത്തുന്നത് ഹൈക്കമാൻഡിന് ആലോചിക്കാൻ കഴിയാത്ത വിഷയമായി മാറുകയാണ്. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുകയാണെങ്കിൽ KC വേണുഗോപാൽ ആലപ്പുഴയിൽ മത്സരത്തിന് ഇറങ്ങാൻ സാധ്യതയില്ല. രാഹുലിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കേണ്ടത് സംഘടനാ ചുമതലയുള്ള AICC സെക്രട്ടറി എന്ന നിലയിൽ KC വേണുഗോപാലിൻ്റെ ഉത്തരവാദിത്തമാണ്. അതുമല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ ചെവി കടിച്ചു പറിച്ചുകൊണ്ട് നടക്കുന്ന ഒരു ഹൈക്കമാൻഡാണ് KC വേണുഗോപാൽ. അതുകൊണ്ട് നിഴൽ പോലെ പിന്തുടരണമല്ലോ. രാഹുൽ കേരളത്തിൽ തന്നെ മത്സരിക്കണമെന്ന് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വവും UDFും ആവശ്യപ്പെടുന്നുമുണ്ട്. അതെന്തിനു വേണ്ടി? 2019 പോലെ ഒരു തരംഗം ഉണ്ടാകും എന്ന് പ്രതീക്ഷ UDFിന് കോൺഗ്രസ്സുകാർക്ക്, കേരളത്തിലെ കോൺഗ്രസ്സുകാർക്കുണ്ട്. പക്ഷേ ദേശീയ തലത്തിൽ കോൺഗ്രസ് തകർന്നടിയുന്നു എന്നുള്ള വിവരവും കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാം എന്നുള്ളത് മനസ്സിലാക്കാൻ ഈ കോൺഗ്രസ് എന്ന് പറയുന്ന ഉണ്ണാക്കന്മാർക്ക് കഴിയുന്നില്ല. എന്തായാലും പുതിയ തീരുമാനവും അതുതന്നെയാണെന്നാണ് റിപ്പോർട്ട്. ഇടത് BJP മുന്നണികൾ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് പ്രചാരണ പ്രവർത്തനങ്ങളിലേക്ക് കടന്നിട്ടും ആലപ്പുഴയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ആരാണെന്ന കാര്യത്തിൽ പാർട്ടി നേതാക്കൾക്ക് പോലും ഒരു ഊഹവുമില്ല. ഇത് പ്രവർത്തകരുടെ ആവേശത്തെയും ബാധിച്ചിട്ടുണ്ട്. KC വേണുഗോപാലിൻ്റെ കാര്യത്തിൽ അന്തിമ തീരുമാനമായിട്ട് മറ്റൊരു പേരിനെക്കുറിച്ച് ആലോചിച്ചാൽ മതിയെന്നാണ് നേതൃത്വത്തിലെ ധാരണ. സമുദായ പ്രാതിനിധ്യം, വിജയസാധ്യത എന്നിവയെല്ലാം കണക്കാക്കിയാവും KCയുടെ പകരക്കാരനെ തീരുമാനിക്കുക. KC വേണുഗോപാൽ മത്സരിച്ചാൽ വിജയ ഉറപ്പാണെന്ന് കോൺഗ്രസ് നേതാക്കളുടെയും പ്രവർത്തകരുടെയും ആത്മവിശ്വാസം. BJP സ്ഥാനാർത്ഥിയായി ശോഭാ സുരേന്ദ്രൻ വന്നതോടെ ആലപ്പുഴയിൽ മത്സരിക്കാൻ KC വേണുഗോപാലിന് താൽപ്പര്യം കുറഞ്ഞെന്നും പ്രചരണമുണ്ട്. BJPയുടെ തീപ്പൊരി സ്ഥാനാർത്ഥിയായ ശോഭ മണ്ഡലത്തിൽ ഇളക്കമുണ്ടാക്കിയാൽ കഴിഞ്ഞ തവണ BJP നേടിയ 1.81 ലക്ഷം വോട്ടുകളേക്കാൾ കൂടുതൽ നേടാൻ സാധ്യതയുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ അത് കോൺഗ്രസിൻ്റെ വിജയസാധ്യതയെ ബാധിക്കുമെന്ന ആശങ്കയും ഉണ്ട്. V മുരളീധരൻ പക്ഷത്തുള്ള ആലപ്പുഴയിലെ BJP നേതൃത്വത്തിന് ശോഭയോടെ താല്പര്യമില്ല. എന്നാൽ വോട്ട് മറിക്കാൻ കെൽപ്പുള്ള നേതൃത്വമൊന്നും ആലപ്പുഴയിലെ BJP നേതൃത്വത്തിലില്ല. എന്തായാലും ശോഭയുടെ വരവോട് ആലപ്പുഴയിലെ തെരഞ്ഞെടുപ്പ് രംഗം ചൂടുപിടിക്കുകയാണ്. ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രനെ കേന്ദ്ര നേതൃത്വം ഇറക്കിയിട്ടുണ്ടെങ്കിൽ അതൊന്നും കാണാതെയല്ല, വളരെ ദീർഘവീക്ഷണത്തോടുകൂടി തന്നെയാണ് BJP കേന്ദ്ര നേതൃത്വം മുന്നോട്ട് നീങ്ങിയിട്ടുള്ളത്.